പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലത്ത് ഒരു മാതളങ്ങര ചെടി, അത് നമ്മൾ വിത്തിട്ടതൊന്നുമല്ല, അത് താനേ മുളച്ച് അതിൽ കുറേ കായുണ്ടായപ്പം അത് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ പറിക്കാൻ വേണ്ടി പിള്ളേർ വന്നപ്പോൾ ഒന്നിച്ച് പോയി പറിക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ പെട്ടെന്ന് കാക്ക എന്തിനോ വിരട്ടുന്നു. കുറച്ച് കഴിയുമ്പോൾ താഴെ എന്തോ ഭയങ്കര ശബ്ദത്തോടെ വീഴണം. അപ്പോൾ ഞാനും പിള്ളേർ ഓടിപ്പോയി നോക്കിയപ്പം ഈ സാധനത്തിനാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ കിട്ടിയ ഉടനെ പിള്ളേർ ഒരേ ബഹളം, അമ്മ വിട് വിട്, ഇത് പിടിക്കണ്ട, അതങ്ങ് കടിക്കും, കാരണം അത്യാവശ്യം വലിയ പക്ഷിയാണല്ലോ, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബഹളം. ഞാൻ പറഞ്ഞു നോക്കാം, താഴെ വീണല്ലോ, ഇവിടെ അടിപെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. ധീരുവിന് ഒരു എക്സൈറ്റ്മെൻറ്റ്, അമ്മ കണ്ടത് അവൻ, അമ്മ വിശന്നിട്ടായിരിക്കും, അതിനെ നമുക്ക് വളർത്താമെന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായിരിക്കും. അപ്പോൾ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഉക്കിലാണെന്ന്. ഉക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുഞ്ഞിലൊക്കെ ഈ നമ്മൾ കോഴിക്കുഞ്ഞിനൊക്കെ പിടിച്ചിട്ട് പോകുന്ന സംഭവമാണെന്ന് അറിയാം. പിന്നെ ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് വന്ന് പുള്ളിക്കുയിൽ അല്ലെങ്കിൽ കാക്കക്കുയിലെന്ന് പറയും. കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. എന്തിനാ സുന്ദരിയാണെന്ന് ഞാൻ പറയാം. കാണാൻ കണ്ടോ, കറുപ്പും വെള്ളയായിട്ട് ഡോട്ടോട് കൂടി നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവളെ കാണാൻ. പക്ഷേ ആളുണ്ടല്ലോ ഭയങ്കര കള്ളിയാണ്. കള്ളിയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നല്ല അടവ് പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോഴും ഇതിന് വയ്യാത്ത പോലെ ഇരിക്കുമ്പോൾ ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തു എവിടെയെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. എന്നിട്ട് അകത്ത് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയാടെ ധീര് പറയും നമുക്കിതിനെ വളർത്താം, ഫുഡ് കൊടുക്കാം. അവൻ വിചാരിക്കുന്നത് എന്താ, അതിന് വിശപ്പാണ്, നമുക്ക് വളർത്താൻ ഒരു പുതിയ ജീവിയെ കിട്ടിയല്ലോ അത്. എന്നിട്ട് ഇതുണ്ടല്ലോ ഞങ്ങൾ ഇതിനെ വെച്ചിട്ട് കുറച്ച് നേരം പോയി മാതളങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. കുറച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് രസം. അതിന് ശേഷം ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാകുന്നത്. നമ്മൾ കുഞ്ഞിലൊക്കെ കേട്ടിട്ടില്ലേ, കുയിൽ ഒരിക്കലും കൂട് കെട്ടി മുട്ടയൊന്നും ഇടത്തില്ല, അതിന് ആ ക്ഷമയില്ല. അതെപ്പോഴും അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യാഞ്ഞിട്ട് കാക്കയുടെ കൂട്ടിൽ ചെന്ന് മുട്ടയിട്ടിട്ട് അത് പോവും. എന്നിട്ട് കാക്കയുടെ മുട്ടയാണെന്ന് കരുതി അതിനെ വളർത്തും. കുറച്ച് കഴിയുമ്പോൾ അത് മുട്ട വിരിയും. എന്നിട്ട് കാക്ക മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുയിലിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും. അങ്ങനെയാണെന്നാണ് നമുക്ക് അറിയുന്ന കാര്യം. പക്ഷേ ഞാൻ അതൊന്ന് നേരിട്ട് കണ്ട്. എന്നിട്ട് ഇതുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാതളങ്ങയൊക്കെ പറിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടപ്പോഴാണ് രസം. എന്താണെന്നറിയോ, ഇത് ഒരു മുട്ട ഇട്ട് വെച്ചിരിക്കുന്നു. മുട്ട ഇട്ടിട്ട് ആ മുട്ട അങ്ങ് പൊട്ടിപ്പോയി. ഒരു ആത്മാർത്ഥമില്ലാത്തൊരമ്മയാണ്, എന്തൊരമ്മ എന്നറിയത്തില്ല. മുട്ട അവിടെ ഇട്ടിട്ട് അത് പൊട്ടി. അപ്പോൾ മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് അതിന് വയ്യാത്ത പോലെ ഇരുന്നത്. അതും കാക്കയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് താഴെ വീണത്, കാക്ക കൊത്തി കൊല്ലാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കിയൊക്കെ നോക്കും, ഇനി അടുത്ത മുട്ടയുണ്ടോ, പാവമാണെന്ന് പറഞ്ഞ് ഒരു തുണിയിലൊക്കെ പിടിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കള്ളത്തരം എന്താ, കാക്കയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനെങ്ങനെ ആ മുട്ടയെ വെളിയിൽ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഒന്നും വേണ്ട. അപ്പോൾ കാക്ക കൊത്തി കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് താഴെ വീണത്. വീണപ്പോഴത്തേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിനെങ്ങനെയാണ് മുട്ട ഇടണം, ആ ഇട്ട മുട്ട പൊട്ടിപ്പോയി. അതിനൊരു ആത്മാർത്ഥതയില്ലല്ലോ, മുട്ട പൊട്ടിയാൽ എന്താ, പൊട്ടിയില്ലെങ്കിൽ എന്താ. കൊച്ചമ്മ ആൾ ഓക്കെ ആയപ്പോഴത്തേക്ക് പറന്ന് മേലെ പോയി ഇരുന്നിട്ട് അത് പിന്നീട് പറന്നു പോയി. എന്ത് കള്ളതരം, നമ്മൾ കഥയിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു കള്ളിക്കുയിലാണ് കേട്ടോ.